ഞങ്ങൾ അടുത്തിടെ പോയൊരു ലേക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണുന്നത്. അനന്ത്യ ദ ലേക്ക് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആക്ച്വലി വരുന്നത് കന്യാകുമാരിക്ക് അടുത്താണ് കേട്ടോ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ ഇത്. എത്രയോ ഏക്കേഴ്സിലാണ് ഇത് ആക്ച്വലി ഇവർ ബിൽഡ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ജാനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അവൾ അവിടെ നിന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ല, അതിലൂടെ തന്നെ ഓടി കളിക്കുമായിരുന്നു കുറേ നേരത്തേക്ക്. കാരണം അത്രയും രസമാണ്. നല്ല കാറ്റും, അതായത് ലേക്ക് സൈഡിൽ നിന്നുള്ള നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒത്തിരി സ്പോട്ട്സ് ആക്ച്വലി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും എവിടെ പോയി നിന്നൊക്കെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ. അത്രയധികം സ്പോട്ട്സ് ആക്ച്വലി അവരത് അതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട്. അത് എല്ലാം ഒരേപോലെയല്ല, പലതും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള തീംസിലൊക്കെയാണ് അത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ ഒരു ടീ ഏരിയ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ചായക്കട സെറ്റപ്പ് പോലെ. അതും ഈ ലേക്ക് സൈഡ് തന്നെയാണ്. ആക്ച്വലി ഞങ്ങളവിടെ ചായ കുടിക്കാൻ ചെന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് ഗ്രൗണ്ടിലൂടെ ആക്ച്വലി നമ്മൾ നടക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. അത്രയും സ്പേഷ്യസ് ആണത്. പിന്നെ ഒരു ഇൻഫിനിറ്റി പൂളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ കാണുന്നത് ആക്ച്വലി ഒരു ഡിന്നർ സെറ്റപ്പ്. അവർ എങ്ങനെയാണൊരു ഡിന്നർ അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒത്തിരി ലൈറ്റ്സോടെയൊക്കെയാണ് കേട്ടോ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്സാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറോ അങ്ങനെ എല്ലാം കുറേ അതിലേക്ക് ഒരു ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദറൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. ജാനിക്ക് ആക്ച്വലി അവിടെ നിന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ലായിരുന്നു. നന്നായിട്ട് അവൾ ആക്ച്വലി എൻജോയ് ചെയ്തു അവിടെ. ഞങ്ങളന്ന് അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു തമിഴ് ഫാമിലിയുടെ ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. അവരുടെ ഒരു മുത്തശ്ശിയുടെ ഒരു സപ്തതി ആയിട്ടാണ് അവർ വന്നിരുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികളും പിന്നെ ഈ പ്രായമായവരൊക്കെ ചേർന്ന് കളിക്കുന്നതും പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഫാമിലി ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.